നമസ്കാരം. STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് തൃശ്ശയെ കേന്ദ്ര കഥാപാത്രമാക്കി സൂര്യ മനോജ് വാങ്കല തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് സോണി ലൈവിൽ സ്ട്രീം ചെയ്തിരിക്കുന്ന വെബ് സീരീസ് ആയ ബൃന്ദയെക്കുറിച്ചാണ്. 8 എപ്പിസോഡുകളുള്ള ഒറ്റയിരുപ്പിന് കണ്ടു തീർക്കാവുന്ന ക്രൈം ത്രില്ലർ ജോണറിൽ പെടുന്നൊരു വെബ് സീരീസാണ് ബൃന്ദ. നമ്മൾ നിരവധി ഭാഷകളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന വെബ് സീരീസ് കാണുന്നവരാണ്. അത്തരത്തിൽ ഹാർഡ് കോർ ക്രൈം ത്രില്ലർ ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നും ഈ സീരീസിൽ ഇല്ലെന്ന് തന്നെ പറയണം. സാധാരണ ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ടെംപ്ലേറ്റിലാണ് ബൃന്ദയും കഥ പറയുന്നത്. ബൃന്ദ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതകം നടക്കുന്നു. പക്ഷേ സീനിയർ ഉദ്യോഗസ്ഥർക്കൊന്നും അത് അന്വേഷിക്കാൻ യാതൊരു താല്പര്യവുമില്ല. തുടരെ അതേ പാറ്റേണിൽ വീണ്ടും കൊലപാതകങ്ങൾ നടക്കുന്നു. ബൃന്ദ അതിൻ്റെ കാരണം അന്വേഷിച്ച് നടത്തുന്ന തുടരന്വേഷണവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ചിത്രത്തിൻ്റെ ഓരോ എപ്പിസോഡിലും ബൃന്ദയുടെ പാസ്റ്റിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളെ കൂടി കാണിക്കുന്നുണ്ട്. ആ സംഭവങ്ങൾ ബൃന്ദയെ പ്രസൻറ്റിൽ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുമുണ്ട്. സാധാരണ ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കൊലപാതകം നടക്കുന്നു, ആ കൊലപാതകത്തിൻ്റെ പിന്നിലെ കാരണം എന്താണ്, അത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് സാധാരണ ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളൊരു ടെംപ്ലേറ്റ്. അതുതന്നെയാണ് ബൃന്ദ എന്ന ചിത്രത്തിലും പിന്തുടരുന്നത്. ഒരു നല്ല ക്രൈം ത്രില്ലറിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ക്ലൈമാക്സ് എത്തുന്നത് വരെ ഈ കൊലപാതകത്തിൻ്റെ പിന്നിലെ മോട്ടീവും അത് ചെയ്തത് ആരാണെന്ന് പ്രേക്ഷകന് ഒരു തരത്തിലും പിടികിട്ടാതെ അവതരിപ്പിക്കുന്നതിലാണ്. പക്ഷേ ബൃന്ദയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 എപ്പിസോഡിൽ എത്തുമ്പോൾ തന്നെ ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് ആരാണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നുകൊണ്ട് തന്നെയാണ് ഈ വെബ് സീരീസ് മുന്നേറുന്നത്. പക്ഷേ ഈ ചിത്രത്തിലെ സർപ്രൈസിങ് എലമെൻ്റ് എന്ന് പറയുന്നത് ആ പ്രതിയെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കുന്നത് ആരാണെന്നും അയാളുടെ മോട്ടീവ് എന്താണെന്നുള്ളതുമാണ് ഈ ചിത്രത്തിൻ്റെ സർപ്രൈസിങ് എലമെൻറ്റ്. ഈ ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയത്തിനൊപ്പം വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ ഒരു ലെയറായി വരുന്നുണ്ട്. പക്ഷേ ഈ ബൃന്ദ എന്ന വെബ് സീരീസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നേരത്തെ പറഞ്ഞ സർപ്രൈസിങ് എലമെൻറ്റിലേക്ക് ഈ ഓരോ എപ്പിസോഡുകളും എത്തുന്നത് വരെയുള്ളൊരു ജേണി ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയി അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഓരോ വെബ് സീരീസുകളും ഈ ക്ലൈമാക്സ് പോയിന്റിലേക്ക് എത്താനായി വല്ലാതെ ഇഴഞ്ഞു പോകുന്നത് പോലെയാണ് പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിലെ പോലീസ് സ്റ്റേഷൻ സീനുകളൊക്കെ ഒരു ലൈവായി പ്രേക്ഷകന് അനുഭവപ്പെടുന്നുമില്ല. സാധാരണ നമ്മൾ പല ഭാഷകളിലും ഈ ക്രൈം ത്രില്ലർ അന്വേഷണ സിനിമകൾ കാണുന്നവരാണ്. അത് പ്രതിയെ കണ്ടുപിടിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ രീതിയോ അല്ലെങ്കിൽ പ്രതിയെ ഫോളോ ചെയ്യുന്ന രീതിയൊന്നും ഇതിലൊട്ടും ഇൻട്രസ്റ്റിംഗ് ആയി അനുഭവപ്പെടുന്നില്ല. കേസ് അന്വേഷണത്തിനായി പോലീസുകാർ ഫോളോ ചെയ്യുന്ന മാർഗങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഒട്ടും കൺവിൻസിംഗ് ആയി തോന്നുന്നില്ല എന്നുള്ളത് ബൃന്ദ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയുടെ ഒരു പോരായ്മയായി തോന്നി. ഈ ചിത്രത്തിൽ ബൃന്ദ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തൃശ്ശയാണ്. തൃശ്ശയെ വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രമൊന്നുമല്ല ബൃന്ദ. പക്ഷേ തൃശ്ശ എന്ന നടി അത് വളരെ അനായാസമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രമേയത്തിനൊപ്പം തന്നെ ബൃന്ദയുടെ ഫാമിലി ട്രാക്ക് കൂടെ തിരക്കഥയിൽ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബൃന്ദയുടെ അനിയത്തിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ പ്രധാന പ്ലോട്ടുമായി ചേർന്ന് പോകുന്നില്ല എന്നിടത്താണ് അല്പമൊക്കെ ബൃന്ദ എന്ന ചിത്രം വിരസതയിലേക്ക് തള്ളിവിടുന്നത്. ഈ ചിത്രം തെലുങ്കിൽ നിർമ്മിച്ച് മൾട്ടി ലാംഗ്വേജായി പുറത്തിറങ്ങിയതിനാൽ അധികം തെലുങ്ക് താരങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇതിലെ തമിഴ് ഡബ് വേർഷനിൽ അല്പം തെലുങ്ക് ചൊവ്വയുള്ളതിനാൽ കാണുന്നവർക്ക് ഡയലോഗൊക്കെ അല്പം നാടകീയത തോന്നാനും സാധ്യതയുണ്ട്. ഇതിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഇന്ദ്രജിത്താണ്. ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രമാണ് ഈ ചിത്രത്തെ അല്പമെങ്കിലും സേവ് ചെയ്ത് നിർത്തുന്നത്. ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ആർക്കൊക്കെ വളരെ രസമായിട്ട് തന്നെ ഈ വെബ് സീരീസിൽ വന്നിട്ടുണ്ട്. ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫിലോസഫിക്കൽ കോൺഫ്ലിക്റ്റ് അത് വളരെ രസമുള്ളതായിരുന്നു. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ അവസാനം ഈ ഫിലോസഫിക്കൽ കോൺഫ്ലിക്റ്റിലേക്ക് എത്തുന്നത് വരെയുള്ളൊരു ജേണി ഇൻട്രസ്റ്റിംഗ് ആയി വന്നില്ല എന്നിടത്താണ് ബൃന്ദ നിരാശ സമ്മാനിക്കുന്ന ഒരു വെബ് സീരീസ് ആയി മാറുന്നത്.